നരേന്ദ്രമോദിയുടെ കൂടെ പ്രവർത്തിക്കാമെന്ന് കരുതിയാണ് ബി.ജെ.പിയിലെത്തിയത്. വൈസ് ചാൻസലറും PSC ചെയർമാനുമായിരുന്നു. എന്നിട്ടും ഇത്തവണ ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ബി.ജെ.പി വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ കോൺഗ്രസിനെ ചതിച്ചാൽ ബി.ജെ.പി രാധാകൃഷ്ണനെ ചതിക്കും. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇന്ത്യ ലൈവ് മലയാളം അങ്ങനെ ഒരു ചാനലുണ്ട്. ഒരു പൊട്ടനാണ്, കൂടെ നമ്മുടെ KS രാധാകൃഷ്ണൻ, പുതിയ അവതാരമാണ്. അയാൾ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ കോൺഗ്രസിന്റെ ലെവലിൽ അയാള് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് അയാള് പല നേട്ടങ്ങളും കൊയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോ അയാൾക്ക് ബോധോദയം ഉണ്ടായി. വയസ്സാം കാലത്ത് വയസ്സായ ആളുകൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ കൊച്ചു മക്കളുടെ മക്കളെയൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി കഴിയണം. അല്ലെങ്കിൽ വേറെന്താണ് ചെയ്യുന്നത്? മതഭക്തനാവണം. ഇതൊന്നുമല്ല. ഇത് ആളുകളെ കുറ്റവും കുറവും പറയാൻ ഇയാൾക്ക് എന്തെല്ലാം വളം മണ്ണും വളവും ചേർന്ന് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ, ആ സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം ഇപ്പോ ആ പാർട്ടിയെ കുറ്റം പറയുന്നത്. അയാൾ ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അരാധമനാണ്. ഒരുപാട് പെൺകുട്ടികളെ 16 കണ്ടുണ്ടെന്ന്. അപ്പൊ യവന്റെ മോളും കാണും. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ യവൻ ഒരു ചെറ്റയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ചെറ്റത്തിലും പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. എത്രയോ വർഷം കോൺഗ്രസ്സുകാരനായിരുന്ന് കോൺഗ്രസിന്റെ പേരില് ഏതെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയോ അതെല്ലാം അനുഭവിച്ച് അവസാനം വയസ്സാം കാലത്ത് കുഴിക്കാലിൽ നീട്ടി ഇരിക്കുമ്പോ ആ പ്രസ്ഥാനത്തിന് തള്ളിപ്പറയുന്ന, ആ പ്രസ്ഥാനത്തിന് ആരെയാണ് തള്ളിപ്പറയുന്ന? ഏറ്റവും വലിയ വ്യഭിചാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ആദ്യമായിട്ട് കേൾക്കണം. അവന്റെ ഭാര്യയെ, അവന്റെ അമ്മയെയോ അവന്റെ മകളെയോ നെഹ്റു എന്താ വ്യഭിചരിച്ചിട്ടുണ്ടോ? രാധാകൃഷ്ണ, നീ ഈ വയസ്സാം കാലത്ത് വന്നിരുന്ന് ആളുകളാ, അതായത് മരിച്ചുപോയ മനുഷ്യർ. അപ്പൊ നീ പറയുന്നത് BJP എന്തോ സംഭവമാണെന്നാണ്. അപ്പൊ ഏത് BJP-കാരനായിരുന്നാലും അല്ലെങ്കിൽ ശരി, ലോകം അംഗീകരിച്ച ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ച ഏറ്റവും നല്ല നേതാവായ ജവഹർലാൽ നെഹ്റുവിനെ നീ കുറ്റം പറയണമെങ്കിൽ നീ എത്രത്തോളം അധമനായിരിക്കണം, നീ അധമ ചിന്താഗതിയുള്ളവനായിരിക്കണം. നീ പറയുന്നത്